ആകാശിൻ്റെ വീട്ടിൽ അന്ന് രാവിലെ മുതൽ ഒരു പ്രത്യേക ബഹളമായിരുന്നു. അമ്മ അടുക്കളയിൽ തിരക്കിലാണ്. പാത്രങ്ങളുടെ ശബ്ദം വല്ലാതെ മുഴങ്ങുന്നുണ്ട്. ആകാശ് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തൻ്റെ ഷർട്ടിൻ്റെ കോളർ ശരിയാക്കി. മനസ്സ് നിറയെ ഒരു വല്ലാത്ത പരവേശമാണ്. വർഷങ്ങളോളം പുസ്തകങ്ങൾക്കിടയിൽ തല പോയിട്ടിരുന്നിട്ട് ഒടുവിൽ കയ്യിൽ കിട്ടിയതാണ് ഈയൊരു അധ്യാപക ജോലി. ആദ്യത്തെ ദിവസം, ആദ്യത്തെ ക്ലാസ്, ഇതൊക്കെ ഓർക്കുമ്പോൾ ആകാശിൻ്റെ ഉള്ളിലൊരു വെള്ളടി വെട്ടുന്നുണ്ടായിരുന്നു. അമ്മ അങ്ങോട്ട് വന്ന് അവനെ ഒന്ന് ഒഴിഞ്ഞു നോക്കി. എടാ ആകാശേ, നീ ആ കണ്ണാടിയിൽ നോക്കി നിന്നാൽ സമയം പോകുന്നത് അറിയില്ല. ആദ്യത്തെ ദിവസം തന്നെ ലേറ്റായിട്ട് വേണോ നിനക്ക് അവിടെ കയറി ചെല്ലാൻ? ഇതാ ഈ ചായ കുടിച്ചിട്ട് വേഗം ഇറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് അമ്മ ചായ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. അമ്മയുടെ ഈ ഉപദേശം ആകാശിനൊരു പതുക്കെ പൊതിഞ്ഞ സ്നേഹമായിട്ടാണ് തോന്നിയത്. അവനൊരു ചിരിയോടെ ചായ കുടിക്കുമ്പോഴും അവൻ്റെ മനസ്സ് കോളേജിലായിരുന്നു. അവിടെ ചെന്നാൽ കുട്ടികൾ എങ്ങനെയായിരിക്കും? അവരോട് എന്ത് സംസാരിക്കും? ഇങ്ങനെയുള്ള നൂറുകൂട്ടം ചിന്തകൾ. അമ്മ ഞാൻ ഇറങ്ങുവാണേ എന്നും പറഞ്ഞ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവൻ ആ നാട്ടിൻപുറത്തെ ഇടവഴികളിലൂടെ യാത്ര തുടങ്ങി. പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും അങ്ങിങ്ങായി നിൽക്കുന്ന തെങ്ങുകളുമൊക്കെ കടന്ന് ബൈക്ക് കുതിക്കുമ്പോൾ ആകാശ് ആ കാറ്റൊന്ന് ആസ്വദിച്ചു. കോളേജ് ഗേറ്റിന് മുന്നിലെത്തിയപ്പോൾ വലിയൊരു ആൾക്കൂട്ടം. പുതിയ കുട്ടികളും അവരുടെ ഇടയിലൂടെ ആർത്ത് വിളിച്ച് നടക്കുന്ന സീനിയേഴ്സും. ആകാശിനെ കണ്ടപ്പോൾ ചിലർ മാന്യമായി ഒതുങ്ങി നിന്നു. ചിലർ ഇതാരാ, പുതിയ മാഷാണോ? ഓ, ഗസ്റ്റ് ലെക്ചറാവും എന്ന് പരസ്പരം ചോദിക്കുന്നത് അവൻ കേട്ടു. അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ നേരെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. HOD മധുറ മാഷിനെ കണ്ട് രജിസ്റ്ററിൽ ഒപ്പിടുമ്പോൾ മാഷ് ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു, ആകാശ്, തേർഡ് ഇയർ ഇംഗ്ലീഷിലാണ് ഫസ്റ്റ് പീരീഡ്. പണ്ടേ ആ ബാച്ച് കുറച്ച് ഉഴപ്പാണ്. കുട്ടികളെന്ന് പറഞ്ഞാൽ വെറും കുട്ടികളല്ല, നല്ല വിവരമുള്ളവരാണ്. ഒന്ന് നോക്കി കൈകാര്യം ചെയ്യണം കേട്ടോ. ആകാശ് പതുക്കെ തലയാട്ടി രജിസ്റ്ററും എടുത്ത് ക്ലാസ്സിലേക്ക് നടന്നു. ഇടനാഴിയിലെ തിരക്കിനിടയിലൂടെ പോകുമ്പോൾ പെട്ടെന്നാണ് സൈഡിലെ ക്ലാസ്സിൽ നിന്നൊരു പെൺകുട്ടി ഓടി വരുന്നത്. അവൾ തിരിഞ്ഞു നോക്കി തൻ്റെ ഒരു ഫ്രണ്ടിനോട് എന്തോ വിളിച്ചു പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. ആകാശിൻ്റെ നേരെ മുന്നിൽ വന്ന് അവൾ ഇടിച്ചു. ആകാശിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫയലുകളും ചോക്കും ഒക്കെ നിലത്ത് ചിതറി വീണു. ആകാശ് ഒന്ന് പകച്ചുപോയി. അയ്യോ സോറി മാഷേ, ഞാൻ ശരിക്കും കണ്ടില്ല എന്ന് പറഞ്ഞ് അവൾ വേഗം കുനിഞ്ഞ് ആ ഫയലുകൾ ഓരോന്നായി പെറുക്കാൻ തുടങ്ങി. ആകാശ് അല്പം ഗൗരവത്തിൽ അവളെ ഒന്ന് നോക്കി. നാട്ടിൻപുറത്തെ ഒരു സാധാരണ പെൺകുട്ടി. കണ്ണുകളിൽ നല്ല തെളിച്ചമുണ്ട്. മുഖത്തൊരു നിഷ്കളങ്കമായ വെപ്രാളവും. താൻ ഏതാ ക്ലാസ്? കോളേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ണും പൂട്ടി ഓടാനുള്ള സ്ഥലമാണോ? എവിടെയാ തൻ്റെ ശ്രദ്ധ എന്ന് ആകാശ് അല്പം ശബ്ദമുയർത്തി ചോദിച്ചപ്പോൾ അവൾ പതുക്കെ എഴുന്നേറ്റ് നിന്ന് അവനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ പേടിയൊന്നുമില്ല, മറിച്ച് ഒരു കൗതുകമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഗീതു, തേർഡ് ഇയർ ഇംഗ്ലീഷാ. മാഷ് അപ്പോൾ പുതിയ ആളാണല്ലേ? ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ വക ഇങ്ങനെ ഒരു വെൽക്കം കിട്ടുമെന്ന് സാറ് വിചാരിച്ചില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞ് അവൾ ചുണ്ടിൽ വിരിഞ്ഞ ചിരി കടിച്ചു പിടിച്ച് അവന് ഫയലുകൾ നീട്ടി. അവളുടെ ആ സംസാര രീതി ആകാശിനെ ഒന്ന് അമ്പരപ്പിച്ചു. ഒരു മാഷോട് സംസാരിക്കുമ്പോഴുള്ള പേടിയൊന്നും അവളുടെ മുഖത്തില്ല. താൻ വേഗം ക്ലാസ്സിൽ കയറാൻ നോക്ക്, ഇനി വഴിയിലോട് കളിക്കരുത് എന്ന് പറഞ്ഞ് ആകാശ് നടന്നു. ക്ലാസ്സിൽ കയറിയപ്പോൾ അവിടെ ആകെ മീൻ മാർക്കറ്റിലെ പോലെ ബഹളം. ആകാശ് ഡയസിൽ പോയി ഫയൽ ഉറക്കി വെച്ചപ്പോൾ എല്ലാവരും ഒന്ന് അടങ്ങി. ഗുഡ് മോർണിംഗ്, എൻ്റെ പേര് ആകാശ്. ഇനി മുതൽ ഇംഗ്ലീഷ് എടുക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞ് അവൻ ഓരോരുത്തരെയായി പരിചയപ്പെടാൻ തുടങ്ങി. ഓരോരുത്തരായി എഴുന്നേറ്റ് പേര് പറയുമ്പോൾ ആകാശിൻ്റെ കണ്ണുകൾ ലാസ്റ്റ് ബെഞ്ചിൽ പോയി നിന്നു. അവിടെ ഗീതു അവളുടെ ഫ്രണ്ട് സനയോട് രഹസ്യം പറയുന്നത് ആകാശ് കണ്ടു. ഗീതുവിൻ്റെ ഊഴം വന്നപ്പോൾ അവൾ പതുക്കെ എഴുന്നേറ്റെന്ന് പറഞ്ഞു, മാഷെ, എൻ്റെ പേര് ഗീതു എന്നാണ്. നമ്മുടെ പരിചയപ്പെടൽ നേരത്തെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ബാക്കി പറയണോ എന്ന്. ക്ലാസ് മുഴുവൻ ഒറ്റ ചിരി. ആകാശിന് ചെറിയൊരു ചമ്മൽ തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൻ പറഞ്ഞു, നിൻ്റെ പേര് നേരത്തെ പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി, ഇനി അവിടെ ഇരിക്കി. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആകാശ് ഗീതുവിനെ ഒന്ന് നിരീക്ഷിച്ചു. അവൾ വലിയ താല്പര്യമില്ലാതെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഇടയ്ക്ക് തൻ്റെ ഫ്രണ്ടിൻ്റെ പേന തട്ടിപ്പറിക്കുന്നു, അല്ലെങ്കിൽ ബുക്കിൽ എന്തോ കുത്തി വരയ്ക്കുന്നു. പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ അവൾക്ക് വലിയ താല്പര്യമില്ല എന്ന് ആകാശിന് തോന്നി. ഒരു കുട്ടിയെന്ന നിലയിൽ അവൾ കാണിക്കുന്ന ആ നിഷ്കളങ്കമായ കുസൃതി ആകാശിനൊരു വല്ലാത്ത കൗതുകമായി തോന്നി. വൈകുന്നേരം കോളേജ് വിട്ട് അവൻ ബൈക്കിനടുത്തേക്ക് വരുമ്പോഴും ഗീത അവിടെ ഫ്രണ്ട്സിനൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവൾ അടുത്തേക്ക് വന്ന് പതുക്കെ ചോദിച്ചു, മാഷേ, ഫസ്റ്റ് ഡേ വല്ലാതെ ബോറടിച്ചോ? ഞങ്ങളൊക്കെ പാവങ്ങളായിട്ടോ. അവളുടെ ആ ചോദ്യത്തിൽ ഒരു നാടൻ പച്ചപ്പും സത്യസന്ധതയും ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്കറിയാം, നാളെ മുതൽ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാൽ മതി.
എന്ന് മറുപടി കൊടുത്ത് ആകാശ് ബൈക്കെടുത്തു. തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ ആകാശിൻ്റെ മനസ്സിൽ ആകാശം മുട്ടയുള്ള വലിയ പ്രണയമൊന്നുമായിരുന്നില്ല. പകരം ആ പെൺകുട്ടിയുടെ കണ്ണുകളിലെ തിളക്കവും അവൾ കാണിച്ച ആ ഒരു കുസൃതിയും ഒരു ചെറിയ പുഞ്ചിരിയായി അവൻ്റെ ഉള്ളിൽ തങ്ങി നിന്നു. ഗീതു, ആ പേര് കൊള്ളാം എന്നവൻ മനസ്സിൽ പതുക്കെ ഓർത്തു. അതൊരു പ്രണയത്തിൻ്റെ തുടക്കമായിരുന്നില്ല, മറിച്ച് ഒരു അധ്യാപകനും വിദ്യാർത്ഥിനിയും തമ്മിലുള്ള, അല്ലെങ്കിൽ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും തമ്മിലുള്ള ഒരു കൗതുകകരമായ ബന്ധത്തിൻ്റെ ആദ്യത്തെ അധ്യായം മാത്രമായിരുന്നു.